ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരസ്പരം സഹായവും താങ്ങുമായിട്ട് മാറുന്ന ഒട്ടനവധി ആളുകളുടെ കഥകൾ നമുക്കറിയാം. ഒരു അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ്റെ പ്രശ്നങ്ങളുള്ള ഒരു സമയങ്ങളിൽ മകൻ്റെ ജീവിതത്തിൽ ബലപ്പെടുത്തേണ്ട സമയത്ത് അച്ഛനും കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന മനോഹരമായൊരു കഥ. നമ്മളിന്ന് നിൽക്കുന്നത് ഗുരുവായൂരിനടുത്ത് നമ്പഴക്കാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ സജീഷിൻ്റെ അച്ഛൻ ചന്ദ്രേട്ടൻ നടത്തുന്ന ഒരു സ്നേഹക്കടയിലേക്കാണ്. ഇവിടെ വിവിധ തരത്തിലുള്ള ചായയോടും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. നമസ്തേ ഗുരുവായൂരിൻ്റെ ഈ ഒരു ചാപ്റ്ററിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്ക് ഒരുമിച്ച് യാത്രയാവാം. ഇവിടെ കയറി വരുമ്പോൾ തന്നെ വലിയൊരു ആംബിയൻസ് ആണ്. നമ്മൾ പറയില്ല വൈബ് എന്നൊക്കെ പറയണ പോലെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. മേശപ്പുറത്ത് നിറച്ച് പുസ്തകങ്ങൾ, കുറേ ഡിസൈൻ ചെയ്തിട്ടുള്ള വീപ്പക്കുറ്റികൾ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അത് നല്ല വിശേഷങ്ങളൊക്കെ തന്നെ. പുസ്തകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിലെ ലൈബ്രറിയൻ ആവണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം എൻ്റെ മനസ്സിനെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വാചകമാണ് വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ എന്ന് പറയുന്നത്. അപ്പോൾ പുസ്തകം കയ്യിലെടുത്താൽ എങ്ങനെ വിശപ്പ് മാറുക? പുസ്തകം കയ്യിലെടുത്ത് കഴിഞ്ഞാൽ അവന് അറിവ് നേടാമല്ലോ. നമ്മൾ ആമാശയത്തിൻ്റെ വിശപ്പ് മാറ്റാൻ എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത്, അതുപോലെ തന്നെ ആശയങ്ങൾ കൊണ്ട് മസ്തിഷ്കത്തിൻ്റെ വിശപ്പ് മാറ്റാൻ ഈ പുസ്തകങ്ങളെ പോലെ നമുക്ക് മറ്റൊരു സാധനം ഉണ്ടാവില്ല, ഒരു മാധ്യമം ഉണ്ടായിരിക്കില്ല. വായന പോലെ ഇത്രയും സുഖപ്രദമായിട്ടുള്ള മറ്റൊരു വിനോദം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ലൈബ്രറിയനാവണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടാണ് ചായക്കടയിൽ ഒരു ലൈബ്രറിയനെ നമ്മൾ സെറ്റ് ചെയ്തത്. പക്ഷേ ലൈബ്രറിയനായതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചായൻ്റെ സൈഡിൽ അപ്പോൾ ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗം, അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഒരു പാഷൻ എന്നുള്ള നിലയ്ക്കാണ് ലൈബ്രറി കൊണ്ട് നടക്കുന്നത് ഇപ്പോൾ. എന്നിട്ട് ഇടക്കാലത്ത് നമ്മുടെ ഈ വായനയൊക്കെ ബ്ലോക്കായി പോവുക. പിന്നെ ഇപ്പോൾ ഈ ചായക്കട തുടങ്ങിയ ശേഷമാണ് വീണ്ടും വായനയിലേക്ക് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പുതുതലമുറയിലെ നോവലിസ്റ്റുകളായിട്ട് ഏറ്റവും എണ്ണം പറഞ്ഞ ആൾ നമ്മുടെ ബെന്യാമിൻ തന്നെയാണ്. ബെന്യാമിൻ്റെ നോവലുകൾ വായിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ അത് വായിച്ചു കഴിഞ്ഞാൽ അൽ അറേബ്യൻ നോവൽ ഫാക്ടറി വായിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു നോവലിസ്റ്റ് അദ്ദേഹത്തിന് പുതിയൊരു നോവൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ അന്വേഷിച്ച് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ നടക്കുന്ന കലാപങ്ങളും മുല്ലപ്പൂ വിപ്ലവവും അവിടുത്തെ അറബ് ജനതയുടെ ജീവിത രീതി സംസ്കാരവും ഞാൻ അതിശയിച്ചു പോയി. എങ്ങനെയാണ് ഒരു വിദേശി ഇതുപോലെ അറേബ്യൻ ജനതയുടെ ജീവിതത്തെ സ്വാംശീകരിക്കുന്നതെന്ന്. സജീഷിന്റെ വിശേഷങ്ങൾ ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ ഒരു കുട്ടിക്കാലം എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചായക്കടയും അങ്ങനെ കാര്യങ്ങളിലേക്കൊക്കെ എത്തി നിൽക്കുന്നത് വരെയുള്ള സംഭവം, എവിടെയാണ് പഠിച്ചത്? എന്നെ സംബന്ധിച്ചിട്ട് ചായയും ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലും കട്ടൻ ചായയും പോലെയാണ്. തമിഴിലൊരു ഒരു വരികളുണ്ട്, സെമ്പുലൈ സേന്ത നീർത്തുളി പോലെ അമ്പുലൈ നെഞ്ചം ഒൻറാകിനാണ്. അതായത് ചെമ്മണ്ണിൽ ചേർന്ന മഴവെള്ളം പോലെ പ്രണയിതാക്കളുടെ മനസ്സ് ഒന്നായി എന്നാണ് ആ കവിയിൽ പറയണത്. അതുപോലെയാണ് നമ്മുടെ ചായയിൽ വീഴുന്ന ആ തേയിലച്ചാറിൻ്റെ തുള്ളികളുണ്ടല്ലോ, പാലിൽ വീഴുന്ന തേയിലച്ചാറിൻ്റെ തുള്ളികൾ, അതിനെ ഒരിക്കലും നമുക്ക് വേർപിരിക്കാൻ പറ്റില്ല. ഒരിക്കൽ പാലിനോടൊപ്പം ഈ തേയിലച്ചാറ് കലർന്നു കഴിഞ്ഞാൽ അത് രണ്ടും ഒന്നായി. അത് രണ്ടും ഒന്നാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോഹരമായ രുചി മുഹൂർത്തമുണ്ട്. അതായത് പ്രകൃതി സൃഷ്ടിച്ചിട്ടുള്ള രണ്ട് വസ്തുക്കളെ ഉപയോഗിച്ച് മറ്റൊരു മനോഹരമായ വസ്തു സൃഷ്ടിക്കുന്ന മനുഷ്യൻ്റെ കലാവിരുതാണ് സത്യത്തിൽ ചായ. ചായ പോലെ മനോഹരമായ മറ്റ് ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടാവും പ്രകൃതിയിൽ തന്നെ. പ്രകൃതി സ്വാഭാവികമായിട്ട് മാമ്പഴം, മധുരം, പ്രകൃതി അതിൽ മധുരം വെച്ചിട്ടുണ്ട്, നല്ല മണം വെച്ചിട്ടുണ്ട്, നല്ല നിറം വെച്ചിട്ടുണ്ട്. പക്ഷെ ആ മാമ്പഴം കൊണ്ട് നമ്മളൊരു മാമ്പഴ പുളിശ്ശേരി വെക്കുമ്പോൾ സത്യത്തിൽ നമ്മളൊരു സൃഷ്ടാവുകയാണ്. അപ്പോൾ ഒരു കലാകാരനോ സൃഷ്ടാവൊക്കെ ആവുന്ന ഒരാളാണ് പാചകക്കാരൻ. എന്നെ സംബന്ധിച്ച് ചായയും ജീവിതം രണ്ടും രണ്ടല്ല, രണ്ടും ഒന്നാണ് എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരാളായിരുന്നു ഞാൻ. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. അപ്പോൾ അച്ഛനൊരു 10 വയസ്സ് 12 വയസ്സുള്ളപ്പോൾ തന്നെ ഈ നാട്ടിലെ പല ജന്മകുടുംബങ്ങളിലൊക്കെ വീട്ടിലെ പണികൾക്കും ഒക്കെ അങ്ങനെ പോയി തുടങ്ങി. എന്ന് വെച്ചാൽ ജീവിക്കാൻ മാർഗ്ഗമില്ല, 4 മക്കളായിരുന്നു അവർ. അങ്ങനെ അതിനുശേഷം അവിടെ നിന്ന് ആരോ ഇദ്ദേഹത്തെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുക. ചെന്നൈയിൽ കൊണ്ടുപോയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വിദ്യാഭ്യാസമില്ല, താമസിക്കാൻ സ്ഥലമില്ല, മാറി കൊടുക്കാൻ വസ്ത്രങ്ങളില്ല. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ പിന്നെ ആൾ എങ്ങനെ പപ്പടപ്പണി പഠിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് ചെന്നൈയുടെ ഹൃദയഭാഗത്ത് തന്നെ ഒരു പെട്ടിക്കട, ഒരു തെരുവ് കച്ചവടക്കാരൻ്റെ പെട്ടിക്കട ഞങ്ങൾക്ക് തരികയാണ്. നിങ്ങളിതിൽ ചായക്കട നടത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു കഷ്ടപ്പാടും ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ ആ സ്ഥലം എന്ന് പറയുന്നത് വള്ളുവർക്കോട്ടം, തമിഴ്നാട്ടിലെ ഒരു പ്രൈം ഏരിയയാണ് ഈ വള്ളുവർക്കോട്ടം. വള്ളുവർക്കോട്ടം കഴിഞ്ഞ് അങ്ങനെ നുങ്കമ്പക്കം കോളേജ് റോഡ് എന്ന് പറയും. നമ്മുടെ
ക്രിസ്ത്യൻ വുമൻസ് കോളേജ് എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോളേജ്. ആ കോളേജ് റൂട്ടിലായിരുന്നു ഞങ്ങളുടെ തട്ടുകട, ശങ്കർ നേത്രാലയ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ KR നാരായണനൊക്കെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ശങ്കർ നേത്രാലയയിലേക്ക് വരുമ്പോൾ ഒരാഴ്ച കാലത്തോളം ഞങ്ങളുടെ കടയൊക്കെ അവധിയാണ്. രാഷ്ട്രപതി വരുമ്പോൾ പിന്നെ ആ സ്ട്രീറ്റിൽ വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ. പിന്നെ ജയലളിത ചിലപ്പോൾ അതിലൂടെ കടന്നു പോകും. എന്ന് വെച്ചാൽ അത്രയും പ്രൈം ഏരിയ. അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് പാസ്പോർട്ട് ഓഫീസ്. അപ്പോൾ ഈ പാസ്പോർട്ട് ഓഫീസിലൊക്കെ അന്ന് സൗത്ത് ഇന്ത്യയിൽ ആകെ ഒറ്റ പാസ്പോർട്ട് ഓഫീസുള്ളൂ, അത് ചെന്നൈയിലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഓർമ്മകളുണ്ട്. അങ്ങനെ ചായക്കട തുടങ്ങി. ഒരു സുപ്രഭാതത്തിൽ അന്ന് ചെന്നൈ മേയർ നമ്മുടെ സ്റ്റാലിനായിരുന്നു. സ്റ്റാലിൻ്റെ അച്ഛൻ മുഖ്യമന്ത്രി, കരുണാനിധി MK മൂക്ക സ്റ്റാലിൻ ചെന്നൈ മേയർ. ചെന്നൈ മേയറായിരിക്കുമ്പോൾ സ്റ്റാലിൻ വെറുതെ സിംഗപ്പൂരൊക്കെ ഒന്ന് പോയി കറങ്ങി കണ്ടു വന്നു. അപ്പോൾ സിംഗപ്പൂർ പോലെ ആക്കണം, സിംഗാര ചെന്നൈ ആക്കണം, ചെന്നൈ എന്ന് പേര് മാറ്റി ചെന്നൈയെ സിംഗാര ചെന്നൈ സിംഗപ്പൂർ പോലെ ആക്കണം എന്ന് ഒരു തീരുമാനം വരിക. അതിൻ്റെ ഭാഗമായിട്ട് കുടിയൊഴിപ്പിക്കപ്പെട്ട തെരുവ് കച്ചവടക്കാരിൽ ഞങ്ങളും ഒരാളായിരുന്നു. ഇന്നലെ വരെ നമുക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന നമ്മുടെ ഉപജീവന മാർഗം ഒറ്റ നിമിഷം കൊണ്ട് കോർപ്പറേഷൻ്റെ, ചെന്നൈ മഹാനഗരാட்சிയുടെ, ദ ഗ്രേറ്റ് മെട്രോപൊളിറ്റൻ സിറ്റിയുടെ അവരുടെ വേസ്റ്റ് വണ്ടി എന്ന് പറയില്ല, നമ്മൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യില്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ അവർ സമയം തന്നില്ലേ? സമയം തന്നു. ചെന്നൈ പോലൊരു മഹാനഗരത്തിൽ നമുക്ക് മരിച്ചാൽ കുഴിച്ചിടാനോ അല്ലെങ്കിൽ നമുക്ക് കിടന്നുറങ്ങാൻ പോലും സ്ഥലമില്ലാത്തൊരു മഹാനഗരത്തിൽ നമ്മൾ ഈ പെട്ടിക്കട അല്ലെങ്കിൽ നമ്മുടെ ഈ തള്ളുവണ്ടി എവിടെ കൊണ്ടുപോയി വെക്കും? ചെന്നൈയിലൊക്കെ സ്ക്വയർ ഫീറ്റിനാണ് പൈസ. അപ്പോൾ പലരും സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന സമയമാണ്, കോർപ്പറേഷൻ സമയം തരില്ലേ നിങ്ങൾക്ക് മറ്റെവിടേക്ക് നിങ്ങളുടെ സ്വന്തം സ്ഥലത്തേക്ക്? ഭൂമിയില്ലാത്ത മനുഷ്യരെ കുറിച്ച് അത്ര ആളുകൾ ചിന്തിക്കണില്ല. ജനിക്കുന്നതും വാടക വീട്ടിൽ, ജീവിക്കുന്നതും വാടക വീട്ടിൽ, മരിക്കുന്നതും വാടക വീട്ടിലായിട്ടുള്ള കോടിക്കണക്കിന് മനുഷ്യരുള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. നമുക്ക് സ്വന്തമായിട്ട് ഏക്കർ കണക്കിന് ഭൂമിയുള്ള ആളുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം അങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കണ്ണു മുമ്പിൽ JCB വെച്ച്, അന്നും അവിടെ JCB ഉണ്ട് കോർപ്പറേഷന്, അത് വെച്ച് ഇങ്ങനെ പപ്പടം പോലെ വണ്ടിയിൽ ഇങ്ങനെ എടുത്തിട്ട് പോവാം. പിന്നെ ജീവിതം കുറച്ച് കഷ്ടപ്പെടായിരുന്നു. പക്ഷെ ഞാൻ അന്നൊരു കാര്യം തീരുമാനിച്ചു, ഞാനൊരു ചായക്കട നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിയമം പാലിച്ച്, ഇതുപോലെ ആരുടെ മുമ്പിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഭയങ്കര ഒരു അവസ്ഥയില്ല. നമ്മുടെ ഉപജീവന മാർഗം ഒറ്റ നിമിഷം കൊണ്ടില്ലാതെ, അപ്പം പെങ്ങളുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചുള്ള സമയം, നമുക്ക് കടം തരാമെന്ന് പറഞ്ഞ ആളുകളൊക്കെ പിൻവാങ്ങുക, നാളെ എന്താണെന്നുള്ള വല്ലാത്തൊരു ചോദ്യചിഹ്നല്ലേ. അപ്പോൾ ഞാൻ അന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മളൊരു കട നടത്തുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ, സ്വന്തം വീട്ടിൽ ഞാൻ നട്ടുപിടിപ്പിച്ച എൻ്റെ മാവിൻ്റെ ചോട്ടിൽ ഞാനൊരു കട തുടങ്ങുന്നത്. ആ കടയ്ക്ക് FSI ഉണ്ട്, ലൈസൻസ് ഉണ്ട്, കെട്ടിട നികുതി അടച്ചിട്ടുണ്ട്, അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ട്. അപ്പോൾ എന്നോട് ഒരു പ്രാവശ്യം ഈ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് ചില ഇഷ്യൂസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, കണ്ടാണിശ്ശേരി പഞ്ചായത്തായിട്ട് കേസ് നമ്മൾ ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, ചായക്കട നടത്താൻ ലൈസൻസ് വേണോ? ഞാൻ പറഞ്ഞു അതെൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ചെറുപ്പത്തിൽ എൻ്റെ മനസ്സിലായിട്ടൊരു മുറിവിൻ്റെ മരുന്നാണ് ആ ലൈസൻസ്. അത് ചിലപ്പോൾ സാറിന് മനസ്സിലായി എന്ന് വരില്ല എന്ന് പറഞ്ഞു. നിസ്സാര അപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ലൈസൻസ് പറയുന്നൊരു കീറ പേപ്പറിൻ്റെ വിലയുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് വരുമ്പോൾ നമ്മുടെ ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനെ അച്ഛൻ അങ്ങനെ ഈ ചായക്കടയാണ്. അപ്പോൾ അന്നൊക്കെ ഈ നമ്മുടെ കടയിൽ കഴിക്കാൻ ഭക്ഷണമൊക്കെ വയ്ക്കും. അപ്പോൾ ഭക്ഷണം എങ്ങനെ വിളമ്പണം എന്ന് പോലും ഞാൻ ചിലപ്പോൾ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവുക. ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, ബാക്കിയുള്ള ചോറും കൂട്ടാനൊക്കെ ഈ തെരുവോരത്ത് ഒരുപാട് ഭിക്ഷാടകരും ഒക്കെ കിടക്കുന്നുണ്ടാവും, പോക്കറ്റ് അടിക്കാരുണ്ടാവും. ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് കട. അപ്പോൾ അവരൊക്കെ വന്ന് ഒരുമിച്ച് പോക്കറ്റ് അടിച്ച് പോകണത്, ഇതൊക്കെ നമുക്ക് ഒരു ആരും ഒറ്റ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഭിക്ഷാടകർക്ക് ബാക്കിയുള്ള ഭക്ഷണം കൊടുക്കാൻ പറയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ചോറൊക്കെ എടുത്ത് ഒരു പാത്രത്തിലിട്ടു, കംപ്ലീറ്റ് കൂട്ടാടുത്തിട്ട് ആ പാത്രത്തേക്ക് തന്നെ ഒഴിച്ചു, എന്നിട്ട് കൊണ്ടുകൊടുക്കുക. വിളിച്ചിട്ട് ഒരെണ്ണം തന്നു. ആദ്യമായിട്ടും അവസാനമായിട്ടും അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന അടിയാണ്. ഇതൊരാൾക്ക് കഴിക്കാനല്ലേ നീ കൊണ്ടുപോയി കൊടുക്കണത്? ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ കഴിക്കും? ബാക്കിയുള്ള എല്ലാ സാധനവും ഒരുമിച്ച്, ഇപ്പോൾ നമ്മളൊക്കെ പല ഭിക്ഷാടകർക്ക് കൊടുക്കുമ്പോൾ വീട്ടിലെ സാധനം മൊത്തത്തിൽ അങ്ങോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പഴകിയ സാധനങ്ങൾ കൊടുക്കും. അപ്പോൾ ഇതൊരാൾക്ക് കഴിക്കാൻ വേണ്ടി നാശമായ ഒരു വസ്തുവോ അല്ലെങ്കിൽ കുപ്പത്തൊട്ടിയിലേക്ക് പോകുന്ന ഒരു വസ്തുവല്ല, ഒരാളുടെ ആമാശയത്തേക്ക് പോകുന്ന വസ്തുവാണ്. നീ അത് രണ്ടും തനിച്ചനുസരിച്ചായിട്ട് കൊടുക്കണ്ട. ഇങ്ങനെ കൊടുത്താൽ അയാൾ അങ്ങനെ കഴിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഭക്ഷണം കൊടുക്കണത് കൃത്യമായിട്ട് കൊടുക്കണം. ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന പോലെ കൊടുക്കണം, കഴിക്കാൻ പറ്റുന്നതേ കൊടുക്കാവൂ, അല്ലെങ്കിൽ കൊടുക്കരുത്. അപ്പോൾ അന്ന് ആ കാര്യം മനസ്സിലായി. അതുപോലെ മറ്റൊരു സന്ദർഭം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ആത്മവിശ്വാസം. അച്ഛൻ്റെ പര്യായം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ആത്മവിശ്വാസം എന്ന് പറയും. ഞാനങ്ങനെ ചെന്നൈയിൽ തന്നെ ഈ സംഭവത്തിനൊക്കെ ശേഷം സ്വന്തമായിട്ട് KK സാലൈ എന്ന് പറയും, കലഞ്ചർ കരുണാനിധി സാലൈ. അവിടെയാണ് നമ്മുടെ സാലിഗ്രാമത്തുള്ളൊരു സ്ഥലം. അത് സാലിഗ്രാമം ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നേക്കാൾ മുമ്പ് പ്രസാദ് ലാബ്, AVM സ്റ്റുഡിയോ, ജെമിനി, അതുപോലെ ഭരണി, നമ്മുടെ ഗൻരാജ് എന്ന് പറയും, സിനിമയിലൊക്കെ വെടി തോക്കതൊക്കെ സപ്ലൈ ചെയ്യുന്ന ആളുകൾ, പിന്നെ RB ചൗധരിയുടെ സൂപ്പർ ഗുഡ് ഫിലിംസ്, നമ്മുടെ സ്റ്റീഫൻ ദേവസിയുടെ മ്യൂസിക് ലോഞ്ച് ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ സാലിഗ്രാമം. അവിടെയായിരുന്നു നമ്മുടെ രണ്ടാമത്തെ കട.
അപ്പോൾ സാലിഗ്രാമം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളവിടെ കട കിട്ടണത്. അങ്ങനെ ഞാൻ കടയൊക്കെ നടത്തി ഒരു 4-5 കൊല്ലം കഴിയുമ്പോഴേക്കും ഈ കട സ്ഥലം വിറ്റുപോയി. അവരത് പൊളിച്ച് ഫ്ലാറ്റ് പണിയാൻ തീരുമാനിക്കുക. അതായത് ജീവിതത്തിന്റെ എല്ലാ കഷ്ടപ്പാടൊന്നും രക്ഷപ്പെടും, ഇനി നമുക്ക് നല്ല കാലമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വന്തം കട, ലൈസൻസ് ഉള്ളൊരു കട, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ കട ഒഴിവാക്കാൻ പറയണത്. അതായത് അച്ഛൻ ആദ്യത്തെ കട ഒഴിവാക്കി അടുത്ത കട തുടങ്ങുമ്പോഴേക്കും ആദ്യത്തെ കട ഒഴിവാക്കല്ല, ആദ്യത്തെ കട പപ്പട പരിപാടി കൊണ്ടുപോയി. അതിനുശേഷം ഞങ്ങള് അപ്പോഴൊക്കെ സജീഷും ഈ ബിസിനസ്സിൽ ഞാൻ അപ്പോഴേക്കും ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാനും അച്ഛനെ സഹായിക്കാൻ വേണ്ടി ചെന്നൈക്ക് വണ്ടി കയറി. ഇവിടെ പ്രത്യേകിച്ച് ഡിഗ്രി ശ്രീകൃഷ്ണ കോളേജിലാണ് ചെയ്തത്, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്. അപ്പോ അവര് കട ഒഴിവാക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ നിരാശനായി, ഇനി ജീവിതം അവസാനിച്ചു വെച്ചത് രണ്ടാമത്തെ അനുഭവമാണ്. പെട്ടെന്ന് ഒറ്റ നിമിഷം കൊണ്ട് ജീവിതം ഇല്ലാതെ പോകുന്ന രണ്ടാമത്തെ ഒരു അനുഭവം. അപ്പൊ ഞാൻ ആകെ വിഷമിച്ചിരിക്കുക. അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്താ പ്രശ്നം ചോദിച്ചു. കട ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ ഇതപ്പോ ഇത്ര വലിയ കാര്യം, ഇതല്ലെങ്കിൽ നമ്മൾ അടുത്ത കട നോക്കും. ഞാൻ ഈ ചെന്നൈയിലേക്ക് വരുമ്പോ എൻ്റെ കയ്യിൽ ഇട്ടുകൊടുത്ത ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മാറാൻ പോലും ഒരു സാധനം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഈ പ്ലേറ്റ്, നമുക്കൊന്നിപ്പോൾ കിടക്കാനൊരു വാടകയ്ക്കാണെങ്കിലും ഒരു മുറി, കട്ടില്, TV, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഈ ചെന്നൈ നഗരം നമുക്ക് തന്നതല്ലേ. നമ്മൾ നാട്ടിൽ നിന്ന് കോടിക്കണക്കിന് ഉറുപ്പ്യ കൊണ്ടുവന്ന് ഇവിടെ ബിസിനസ്സിൽ നഷ്ടം പറ്റിയിട്ട് പോണതൊന്നുമല്ലല്ലോ സജീഷേ. നീ എന്തെങ്ങനെ ഇതിനൊക്കെ പോയി ഡെസ്പായിരിക്കാൻ പറ്റുമോ? എനിക്ക് അടുത്ത പരിപാടി നോക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഈ ജീവിതത്തിൽ എന്തൊക്കെ പതനം ഉണ്ടായാലും എന്തൊക്കെ വീഴ്ചകൾ പറ്റിയാലും ഒരിക്കൽ പോലും എനിക്ക് എൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കൊറോണയിൽ വീണ്ടും മൂന്നാമത്തെ അംഗം. കൊറോണയിൽ എന്തുണ്ടായിച്ച് അന്ന് ചെന്നൈയിൽ നമുക്ക് 3 കട ഉണ്ട്. കൊറോണയിൽ എന്തുണ്ടായിച്ച് കഴിഞ്ഞാൽ കടകൾ അടച്ചിട്ടിട്ട് വാടക കൊടുക്കുക. ചായക്കടകൾ തുറക്കാൻ പറ്റില്ലല്ലോ, കടകൾ അടച്ചിട്ടു. പക്ഷേ നമുക്ക് വാടക കൊടുക്കണം, സ്റ്റാഫിന് ശമ്പളം കൊടുത്തില്ലെങ്കിലും ഭക്ഷണം കൊടുക്കണ്ടേ. എത്ര ദിവസം കൊടുക്കും? 3 മാസത്തോളം നമ്മളങ്ങനെ കൊടുത്തു. അങ്ങനെ അവസാനം എന്തുണ്ടായിച്ച് നമ്മൾ കൊടുത്ത അഡ്വാൻസൊക്കെ ഇവർ വാടകയിൽ ഡിമിനിഷ് ചെയ്ത് അഡ്വാൻസൊക്കെ അവസാനിച്ചു. അവസാനം നമ്മുടെ പാത്രവും സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തേക്കുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോഴാണ് നമ്മൾ വീണ്ടും കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ 0 നിന്ന് തുടങ്ങിയതാണ്, നമുക്ക് വീണ്ടും ഇവിടെ തുടങ്ങി നോക്കാം. അങ്ങനെ വീടിൻ്റെ ബെഡ്റൂം, ആകെ 2 മുറിയുള്ളൊരു വീട്, അതിൻ്റെ ഒരു ബെഡ്റൂമിൻ്റെ ഒരു 3 കള്ളി ജനല മാറ്റി ഷട്ടർ ഇട്ടു. നമ്മൾ നിയമാനുസൃതം ആ റൂമിന് പ്രത്യേകിച്ച് നമ്പർ ഇടിപ്പിച്ചു. വാണിജ്യ ആവശ്യത്തിനുള്ള കറണ്ട് കണക്ഷൻ എടുത്തു. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ പരിശോധിച്ചു, സാനിറ്ററി സർട്ടിഫിക്കറ്റ്, ലൈസൻസ് ഒക്കെ എടുത്ത് അങ്ങനെയാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ ചായക്കടയിലേക്ക് എത്തിയത്. ഇവിടെ ഇപ്പോൾ ഈ ചായക്കടയിലാണെങ്കിലും ഒരുപാട് പ്രത്യേകതകൾ കണ്ടു. അതായത് പലതരത്തിലുള്ള ചായകൾ, ഈ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതിനെ പാലിക്കുന്ന കുറേ ചിട്ടവട്ടങ്ങളൊക്കെ ശ്രദ്ധിച്ചു. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ? അത് അനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ചെന്നൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ തന്നെ തിരുവനന്തപുരം, ആനാട്, ഉഴമലക്കൽ, പുത്തൻവേലിക്കര, മഞ്ഞപ്ര, അങ്ങനെ വയലാറ്, അങ്ങനെ അങ്ങോട്ട് ഇരിങ്ങാലക്കുട, ചാലക്കുടി, ഇപ്പുറത്ത് മലപ്പുറം, കൂട്ടിലങ്ങാടി, കുന്നത്തങ്ങാടി, അങ്ങനെ പോയി കഴിഞ്ഞാൽ കണ്ണൂർ, ഇരിട്ടി, കൂത്തുപറമ്പ്, വെള്ളറവള്ളി, ഇനി മൂന്നാറാണെങ്കിൽ പള്ളിവാസൽ, മൂന്നുരുളി, കുഞ്ചിത്തണ്ണി, ആനച്ചാല്, കാസർഗോഡ്, കുമ്പള വരെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. അത് ചെറുപ്പത്തിൽ ബഷീറിൻ്റെ പുസ്തകങ്ങളായിരുന്നു എനിക്ക് ആദ്യമായിട്ട് വായിക്കാൻ വെറുതെ കിട്ടിയത്. നമ്മുടെ AD ആൻഡോ മാസ്റ്റർ എന്നൊരു മലയാള അധ്യാപകൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ലൈബ്രറിയിലൊക്കെ ചെല്ലുമ്പോൾ പറയും, പരിചയപ്പെടുത്താൻ ആരെങ്കിലും വേണം. എൻ്റെ അച്ഛനോ അമ്മയോ ലൈബ്രറിയിൽ പോകുന്ന ആളുകളല്ല, അല്ലെങ്കിൽ എൻ്റെ തറവാട്ടിൽ എന്നെ ലൈബ്രറിയിൽ കൊണ്ട് പരിചയപ്പെടുത്താൻ പറ്റുന്ന ഒരു മനുഷ്യനും ഇല്ല. അപ്പോൾ ഞാനങ്ങനെ എന്നെ ആരും പരിചയപ്പെടുത്തും ലൈബ്രറിയിൽ? 18 വയസ്സായിട്ടില്ല, എന്നാൽ എനിക്ക് പുസ്തകം വായിക്കും വേണം, അതിനൊരു രക്ഷയില്ല. അങ്ങനെ ഞാൻ ആൻഡോ മാഷോട് ഈ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ ആൻഡോ മാഷ് എന്ത് ചെയ്തു, ബഷീറിൻ്റെ സാഹിത്യകൃതികളുടെ ഒരു സമാഹാരം 2 വാള്യങ്ങളായിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിലെ 1ാമത്തെ വാള്യം ആൻഡോ മാഷ് എനിക്ക് എടുത്തു തന്നു. അപ്പോൾ ഈ ബഷീറിൻ്റെ കഥകൾ വായിച്ചപ്പോൾ ബഷീറിൻ്റെ പ്രത്യേകത ഉണ്ട്. ബഷീർ ചെരുപ്പൂത്തിയായിട്ടും അധ്യാപകനായിട്ടും സൂഫിയായിട്ടും കള്ളനായിട്ടും ആൺവേശിയായിട്ടും സന്യാസിയായിട്ടൊക്കെ ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ഏകദേശം നമ്മുടെ ലോകം മുഴുവൻ സഞ്ചരിച്ച കഥകളാണ്. കേരളത്തിൽ നിന്ന് തുടങ്ങിയാൽ പോലും ബഷീറിൻ്റെ കഥകൾക്ക് അങ്ങനെ വലിയൊരു സാർവദേശീയ ഒരു മാനങ്ങളുണ്ട്. അപ്പോൾ ഈ ബഷീറിൻ്റെ കഥകൾ വായിക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, വലുതായി കഴിഞ്ഞാൽ ഇതുപോലെ പോകണം, വേറെ തൊഴിലുകൾ എടുക്കണം, വേറെ നമ്മളറിയാത്ത രാജ്യങ്ങളിൽ നമ്മളറിയാത്ത മനുഷ്യരുടെ കൂടെ അറിയാത്ത സംസ്കാരങ്ങളിൽ ജീവിക്കണം എന്നൊക്കെ തോന്നിയിട്ട് അങ്ങനെ ഒരുപാട് യാത്രകൾ ചെയ്തു. അങ്ങനെ ഈ യാത്രകളിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളും ഞാൻ രുചിച്ച രുചികളും അതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണ സാധനങ്ങളൊക്കെയാണ് ഞാൻ ഈ പറയുന്ന പോലെ ഒന്ന് എന്താ പറയുക ചെറിയ രീതിയിൽ കൊണ്ടുവന്ന് സംയോജിപ്പിച്ചുള്ള എൻ്റെ ഒരു ചെറിയ പതിപ്പാണ്.
ഇത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇത്രയധികം ചായയുടെ വെറൈറ്റികൾ. ഈ ചായയും ബിരിയാണിയും ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ 6 മലയാളിക്ക് 100 മലയാളം എന്ന് പറയുന്ന പോലെ തന്നെ ചായക്കും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ശ്രീലങ്കയിൽ ഉണ്ടാവുന്ന ചായ ഉണ്ട്. പണ്ട് വയലുപ്പള്ളിയുടെ ഒരു കവിത ഉണ്ട്, ജനിച്ച നാടു വിട്ടകലെ ആസാമിൽ പണിക്കു പോകുന്ന പരീക്ഷകൾ ഞങ്ങൾ. ആസാമിലെ മലയാളികൾ പണിക്ക് പോയിരുന്നത് തേയിലത്തോട്ടങ്ങളിലൊക്കെയാണ്. ശ്രീലങ്ക നമ്മൾ പറയും അയാൾ സിലോൺകാരനാ. സിലോണിൽ എന്തിനാ മലയാളികൾ പോയത്? അവിടെ തോട്ടങ്ങളിലും കള്ള് ചെത്താനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ പല ഭാഗത്ത്. അത് കൂടാതെ ചൈനീസ് തേയിലകളുണ്ട്. തേയിലയ്ക്ക് മോഹൻലാലിന്റെ പരസ്യത്തിൽ പറയുന്ന പോലെ ഉയരം കൂടുന്തോറും കണ്ണൻദേവന്റെ തേയിലയുടെ രുചിയായിരിക്കില്ല കാജയുടെ തേയിലയുടെ, ആ രുചിയായിരിക്കില്ല AVT, ആ രുചിയായിരിക്കില്ല ബ്രൂക്ക് ബോണ്ടിന്റെ 3 റോസസ്. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്നൊരു രംഗങ്ങളുണ്ടല്ലോ. തിളച്ച വെള്ളത്തിലേക്ക് ചായപ്പൊടി ഇടുന്നതും ചായപ്പൊടി ഇട്ടതിന് ശേഷം തിളപ്പിക്കുന്നതും രണ്ടും 2 രുചിയാണ്. പിന്നെ പറയില്ലേ ഇതിന്റെ കൂടെയൊക്കെ തിലകൻ പറഞ്ഞ പോലെ ഒരു ചെറിയ മുഹബത്തും ഉണ്ടാവണമെന്ന്. അപ്പോൾ ചായക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. എത്ര കുടിച്ചാലും മടുക്കില്ല. ഓരോ പ്രാവശ്യം നുകരുമ്പോഴും ചായക്ക് പുതിയ രുചിയാണ്. ഒരു പുഴയും ഒരു ചായയും ഒരുപോലെയാണ്. ഒരിക്കലും അതിനെ വീണ്ടും കാണാൻ പറ്റില്ല. ഇന്ന് കണ്ട പുഴ ഒഴുകിക്കൊണ്ടിരിക്കുക, ചായ അതുപോലെയാണ്. ഇന്നെടുത്ത അതേ അളവില്, അതേ കടുപ്പത്തില്, അതേ മധുരത്തില്, അതേ ചൂടില് പിന്നീട് ഒരിക്കലും നമുക്ക് ചായ എടുക്കാൻ പറ്റില്ല. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് ചായ. മധ്യപ്രദേശിലാണ്, ബീഡ് എന്ന് പറഞ്ഞൊരു ജില്ല ഉണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് കരിമ്പ് കർഷകരുള്ളൊരു സ്ഥലമാണ് ഈ ബീഡ് ജില്ല. അപ്പോൾ അവിടുത്തെ ഈ കരിമ്പ് തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ അവരുടെ ഗർഭപാത്രം നീക്കം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗർഭപാത്രം നീക്കം ചെയ്യുന്ന വേറെ ഒന്നല്ല, അവരുടെ തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. ആലോചിച്ച് നോക്കിയാൽ നമ്മൾ കഴിക്കുന്ന മധുരത്തിന്റെ പിന്നിൽ എത്ര അമ്മമാരുടെ കണ്ണീരിന്റെ കയ്പുണ്ടാവും. ആ ഒരു വാർത്ത വായിച്ചതിന് ശേഷം ഞാൻ മധുരം കഴിച്ചിട്ടില്ല. ഈ ചില ചായ കുടിച്ചു കഴിഞ്ഞാൽ, ചിലടത്ത് ചായ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ അഡിക്റ്റഡ് ആവും. എനിക്ക് ഇവിടുത്തെ സജീഷിന്റെ ചായക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ചായക്കാണെങ്കിലും കാപ്പിക്കാണെങ്കിലും ഈ ഒരു ആംബിയൻസിനാണെങ്കിലും ഇവിടെ ഒരു വൈബുണ്ട് ശരിക്കും. അങ്ങനെയുള്ള ചില എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ കുറച്ച് ആളുകളുടെ ഒക്കെ? തീർച്ചയായിട്ടും ഇത് കുറെ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നതാണ്. ഉണ്ടാവും. അതിപ്പോ ചെന്നൈയിലൊക്കെ ആകുമ്പോൾ ഒരുപാട് സിനിമാക്കാർ വരും. ഇപ്പോ നാ മുത്തുകുമാർ എന്ന് പറഞ്ഞിട്ട് തമിഴിൽ ഒരു പാട്ട് എഴുത്തുകാരൻ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. അദ്ദേഹം സ്ഥിരം അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ കട. ഇപ്പൊ മദ്രാസപട്ടണം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ വന്ന സമയത്ത് നാ മുത്തുകുമാർ നമ്മുടെ കടയിൽ സ്ഥിരം വരണാണ്. രാവിലെ ആദ്യം ചായക്കടയിലെ പത്രം വരിക. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ പത്രം വരുന്നേക്കാൾ മുമ്പ് നമ്മുടെ കടയിൽ വരും. അപ്പോൾ പത്രം വായിക്കാനൊക്കെ വരും. ഞാൻ ചോദിച്ചിട്ടുണ്ട്, സാർ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പാട്ട് എഴുതണത്? മദ്രാസപട്ടണത്തിലെ പാട്ടുകൾ അത്രയും അതിമനോഹര. ആള് വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥ. അതുപോലെ തന്നെ ഒരു പാട്ടുണ്ടല്ലോ, എനിക്ക് പാടാൻ ഒരു പാട്ടിനുണ്ട് ഒരു പെണ്ണ് എന്ന് പറഞ്ഞിട്ട് സൈനോജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളാണ് പാടിയത്. ആളും മരിച്ചുപോയി. അതുപോലെ തന്നെ സ്റ്റീഫൻ ദേവസി, സാം ദേവസി സാറ്, ഇവരൊക്കെ തന്നെ നമ്മുടെ കടയിൽ വരാറുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഞാൻ ഒരിക്കതുപോലെ അശോക് എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ സ്റ്റീഫൻ സാറിൻ്റെ ഒക്കെ ട്രൂപ്പിൽ ഗിറ്റാർ വായിച്ചിരുന്ന ഒരാൾ. അപ്പോൾ ആരും എന്നോട് പറഞ്ഞു, ഇത് MA ബേബിയുടെ മോനാണ് കേട്ടോ അശോകൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, MA ബേബിയുടെ മോൻ ഇവിടെ വന്ന് ഗിറ്റാർ വായിക്കല്ലേ, ഞങ്ങളുടെ നേതാവാണ്. ഞാനന്ന് ഇടതുപക്ഷം നമുക്ക് CPM-ന്റെ ഒക്കെ പാർട്ടി മെമ്പറായിരുന്നു. അപ്പോൾ നമുക്ക് MA ബേബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു നേതാവ്. ആ നേതാവിൻ്റെ മോൻ നമ്മുടെ കടയിൽ വന്ന് ചായ കുടിക്കുക. ഞാൻ എന്നിട്ട് ആളെ വിളിച്ച് ചോദിച്ചു, അശോകേട്ടാ നിങ്ങൾ MA ബേബിയുടെ മോനാണോ? ആളൊരു കൂസല്ല, അതെ. നിങ്ങൾ നോണ പറയരുത്, ഞങ്ങളുടെ ലൈസൻസ് എടുത്തത് അച്ഛന്റെ പേരൊക്കെ ആരെങ്കിലും മാറ്റി പറയോളാ അറിയ വെച്ച്. അപ്പോഴാണ് ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ പല ആശോഘട്ടം തന്നെ. അപ്പൊ നമ്മള് ആൾക്ക് യാതൊരു ജാടയില്ല, ആള് സിമ്പിൾ ആയിട്ട് ഒന്ന് ചായ കുടിച്ചു പോണു. അതുപോലെ ഒരുപാട് ഫൈറ്റ് മാസ്റ്റേഴ്സ്, ഡാൻസ് മാസ്റ്റേഴ്സ്, ET എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ട് അഥർവയുടെ. അതിന്റെ ഒരു രവി അരസ് എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടർ. അതുപോലെ പൊറോട്ട സൂരി, അതുപോലെ ശിവകാർത്തികേയൻ, ശാലിഗ്രാമത്തിൽ മീനയുടെ വീട് അവിടെ അടുത്താണ്. അതുപോലെ വിജയകാന്തിന്റെ മക്കള് പ്രഭാകരൻ, അവരൊക്കെ അവിടെ വരും. ഒരുപാട് പേര്. അതുപോലെ അസിസ്റ്റന്റുമാര്, ക്യാമറാമാൻ്റെ അസിസ്റ്റന്റുമാര്. നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളെ മാത്രമേ കാണുള്ളൂ. എഡിറ്റർ, ഡോൺ മാക്സ്, ഇങ്ങനെ പല ആളുകളും, സുജിത്ത് സഹദേവ്, പല ആളുകളും കടയിൽ വരും. പിന്നീട് വേറെ ആരെങ്കിലും ഒക്കെ പറയുമ്പോഴാണ് നമ്മളിപ്പോൾ കടയിൽ ചായ കുടിക്കുന്ന ആള് എഡിറ്ററാണോ സ്റ്റണ്ട് മാസ്റ്റർ ആണോ എന്ന് അറിഞ്ഞിട്ടല്ലല്ലോ. അങ്ങനെ ഒരുപാട് പ്രമുഖരും പ്രശസ്തരായിട്ടുള്ള ആളുകൾ വരും. പലരായിട്ട് ബന്ധമുണ്ട്. ചിലർക്ക് നമുക്ക് അവരൊക്കെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും, അതൊക്കെ നമ്മൾ ഓർത്തിരിക്കണ്ടോ അറിയില്ല. അനുഭവങ്ങൾ പറയാച്ച ഒരുപാടുണ്ട്. ഒരു ദിവസം രാവിലെ കട തുറക്കാൻ ചെല്ലുമ്പോൾ നിറച്ച് പോലീസ് വണ്ടിയാണ്, ആകെ തോക്കും ബഹളും. അപ്പം ഞാൻ അന്ന് ചെന്നൈയിൽ KK ശാലയിൽ കടെടുത്തുള്ള ആദ്യത്തെ ദിവസങ്ങളാണ്. അപ്പൊ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഗൺരാജിന്റെ ഓഫീസിന്റെ മുമ്പിലാണ് നമ്മുടെ കട. തമിഴ് സിനിമയിലുള്ള ആംബുലൻസും
ഈ മറ്റേ സ്ഫോടനത്തിന് തകർന്ന വണ്ടികളും തോക്കുകളും ഗ്രനേഡും മിസൈലും പോലീസ് വാഹനങ്ങളും ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഏരിയ അത്. അവര് രാവിലെ ഷൂട്ടിങ്ങിന് പോവുക. നമ്മുടെ അന്നത്തെ ഒരു കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർപ്പൻറ്റർമാരുണ്ടാവും, ഇലക്ട്രീഷ്യന്മാരുണ്ടാവും, വാക്കി ടാക്കി കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും, പ്രൊഡക്ഷനിൽ ചായ കൊണ്ടുപോകുന്ന ആളുകളുണ്ടായിരിക്കും, ഭക്ഷണം സപ്ലൈ ചെയ്യുന്നവരുണ്ടായിരിക്കും, വെള്ളം കൊണ്ടുപോകുന്നവരുണ്ടായിരിക്കും, വാഹനം ഓടിക്കുന്നുണ്ടായിരിക്കും. സിനിമയുടെ ഒരു വലിയ ലോകമായിരുന്നു സാലിഗ്രാമം. ശരിക്കും ഈ സിനിമേനെ പറ്റി പറയുമ്പോൾ ഒരു അട്രാക്ഷൻ സിനിമയിലേക്ക് അല്ലെങ്കിൽ അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. അഭിനയിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഈ സിനിമയുടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും സിനിമാക്കാർ വന്നിട്ട് സജീഷേ നമുക്ക് ഡയറക്ടറോട് പറയട്ടെ എന്ന് പറയും, ഞാൻ കടം തരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും. എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമ എടുത്ത് വിജയിച്ചവരെക്കാൾ സിനിമ എടുത്ത് പരാജയപ്പെട്ടവരായിരുന്നു സാലിഗ്രാമത്തിൻ്റെ മുമ്പിലെ മനുഷ്യരിലെ ഭൂരിഭാഗവും. എന്താ വെച്ചാൽ ഞാൻ കട തുടങ്ങിയ അവസരം തൊട്ട് ഞാൻ കാണുന്നത് സിനിമയിൽ പരാജയപ്പെട്ടവരെയാണ്. അപ്പോൾ രവി അരസ് സാറിന് എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സിനിമ പരാജയപ്പെട്ട എൻ്റെ ജീവിതം കഴിഞ്ഞു. വെട്രിമാറിൻ്റെ ഒക്കെ അസോസിയേറ്റ് ആയിട്ട് ആടുകളത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഈ രവി അരസ്. ആൾ പറയാണ് ഈ ഒരു സിനിമ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു. ആൾ ആ സിനിമയ്ക്ക് വേണ്ടി വർഷങ്ങളോളം പ്രൊഡ്യൂസറുടെ അടുത്തും അതുപോലെ തന്നെ നടന്മാരുടെ അടുത്തും, അതർവയ്ക്ക് മുമ്പ് ആൾ സിലംബരസിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, വേറെ പലരുടെ അടുത്തും ആൾ പോയിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് വരുമ്പോഴൊക്കെ പറയും, സജീഷേ ഇന്ന് ചിമ്പുനെ കാണാൻ പോയി, ഇന്ന് കലൈപ്പുലി ദാനുവിനെ കാണാൻ പോയി. അപ്പം ഞാൻ പറയോ മതി, നിർത്ത് തള്ളു. അവസാനം ആ സിനിമയുടെ ഒരു ഷോട്ട് നമ്മുടെ കടയുടെ മുമ്പിൽ വെച്ചിട്ട് ആൾ ഷൂട്ട് ചെയ്തു. അന്ന് പ്രൊഡക്ഷനിൽ നിന്ന് ചായ വേണ്ട, ഇന്ന് സജീഷിന്റെ കടയിൽ നിന്ന് ചായ മതി എന്നാൾ പറഞ്ഞു. അത് വലിയൊരു ആത്മാർത്ഥതയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ അസോസിയേറ്റ് ആയിട്ട് അസിസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന കാലം മുതലുള്ള പരിചയമാണ്. ആള് സ്വന്തമായിട്ട് സിനിമ ചെയ്യുമ്പോൾ അത് നമ്മുടെ കടയുടെ മുമ്പിൽ എനിക്ക് കാണാൻ ഒരു ദിവസം അതൊരു വലിയൊരു സംഭവം. ആദ്യമൊക്കെ ഒരു സിനിമാ കമ്പനി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സിനിമാ കമ്പനികൾ, അവിടുത്തെ ഓരോ റൂമിലും ഓരോ സിനിമാ കമ്പനികൾ ഉണ്ടാവും. അപ്പൊ അതിലൊരു ഡയറക്ടർ ഉണ്ടാവും, പ്രൊഡ്യൂസർ ഉണ്ടാവും. ഭയങ്കര ആദ്യമൊക്കെ പ്രൊഡ്യൂസർ വരുമ്പോൾ കാറിൽ 2-3 ഫോണ് പെട്ടി പിടിക്കുക ആള്. പിന്നെ സിനിമയുടെ പകുതി ഷൂട്ടിങ് കഴിയുമ്പോഴേക്കും പ്രൊഡ്യൂസർ ഓട്ടോറിക്ഷയിലാവും, പിന്നെ പ്രൊഡ്യൂസർ ഒറ്റയ്ക്ക് സ്കൂട്ടറുമേ ആവും. പിന്നെ അതിന്റെ പോസ്റ്റ് വർക്കുകൾ എഡിറ്റിംഗ് ചെയ്യാൻ, അതിന്റെ പബ്ലിസിറ്റി ചെയ്യാൻ. ചിലപ്പോൾ ഈ സിനിമ ആരും എടുക്കില്ല, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആരും എടുക്കില്ല. അപ്പോൾ സ്വന്തമായിട്ട് തിയേറ്റർ വാടകയ്ക്ക് എടുത്തിട്ട് സിനിമ പ്രദർശിപ്പിക്കാൻ. ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഇവരുടെ ജയപരാജയങ്ങളൊക്കെ കണ്ടു പോവുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കച്ചവടം, നമ്മളിവരായിട്ട് കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കടം മേടിച്ച് ആ സിനിമാ കമ്പനി പോലെ നമ്മളും ഞാൻ ബോധപൂർവ്വം പലപ്പോഴും അതിന് മാറി എന്നുള്ളതാണ്. അവസരങ്ങൾ വരാതെയല്ല. ഈ തമിഴ്നാടിനെ പറ്റിയിട്ട് പറയുമ്പോഴേ, തമിഴ്നാട് ഒരുപാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ സ്വീകരിക്കുകയും അവരെ സ്വന്തം മക്കളെ പോലെ വളർത്തുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥലമായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. സജീഷ് സംസാരിക്കുമ്പോഴും ഒരു തമിഴിനോടുള്ള ഒരു നമ്മൾ പറയുന്ന ഒരു പാസം. തമിഴ് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റുന്ന ഒരു ഭാഷയല്ല. ലോകത്ത് ഒരു ജനതയും അവരുടെ ഭാഷയുടെ പേര് അവരുടെ മക്കൾക്ക് ഇട്ടിട്ട് അതിന്റെ ഭംഗി ആസ്വദിക്കില്ല. ഒരിക്കലും ഒരു മലയാളി അവന്റെ മലയാളൻ, മലയാളവാണൻ, മലയാള അരസൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് നമ്മൾ ഇടില്ലല്ലോ. പക്ഷെ തമിഴിസൈ സൗന്ദരരാജൻ, തമിഴ് അരസൻ, തമിഴ് വാനൻ, തമിഴ് മൊഴി വർമ്മൻ, ഇങ്ങനെ അങ്ങനെ സെന്തമിഴ് മൊഴി, ഇങ്ങനെ ഒരുപാട് അവരവരുടെ ഭാഷയുടെ പേര് മക്കൾക്ക് പേരിടും. ഇപ്പോഴും അവരുടെ ഭാഷയുടെ പേരിടും. തമിഴുക്കും അമുതൻ്റെ പേര് അവർ മുരുക ഭഗവാനെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ്. അതുപോലെ ഏറ്റവും പുതിയ സാധനങ്ങൾ, ഇപ്പൊ കമ്പ്യൂട്ടറിന് മലയാളത്തിൽ വാക്കുണ്ടോ? തമിഴിൽ വാക്കുണ്ട്. ഗണിനി, ലാപ്ടോപ്പിനുണ്ടോ? മടിഗണിനി, ഇണൈതളം, വലൈതളം, മിന്നഞ്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമെയിലാണ് മിന്നഞ്ചൽ. അതുപോലെ ബസ്സിന് പേരുന്ത്, സിട്രുണ്ട്, മെതിവണ്ടി, തുടർവണ്ടി, ഇങ്ങനെ ഓരോ പുതിയ എല്ലാ സാധനങ്ങൾക്കും. നമുക്കിപ്പോൾ മിന്നഞ്ചൽ അല്ലെങ്കിൽ നെറ്റ്വർക്കിനാണ് വലൈതലം എന്ന് പറയുന്നത്, വലൈതലം. പക്ഷെ ഒരിക്കലും മലയാളത്തിൽ തന്നെ പുതിയ വാക്കുകൾ വരുന്നില്ല. പക്ഷെ തമിഴിലെ എല്ലാ സാധനങ്ങൾക്കും പുതിയ പുതിയ വാക്കുകൾ വരുന്നുണ്ട്. ഭാഷയോടുള്ള കൂറുള്ളവരാണ്. അല്ല, നമ്മളോടൊക്കെ അങ്ങനെ ഒരു സ്നേഹം. ഇപ്പോഴും ഒരുപാട് തമിഴ് സുഹൃത്തുക്കൾ ഇവിടെ ഗുരുവായൂരൊക്കെ വരുമ്പോൾ, കഴിഞ്ഞ മാസം കൂടി ഒരാൾ വന്നുള്ളൂ. അപ്പോൾ ഇവിടെ വരും, ഗുരുവായൂർ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ താമസിക്കും. രാമാനുജനും അതുപോലെ തന്നെ ഉള്ള പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞരെ മുതലേ APJ അബ്ദുൽ കലാമിനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാരെ പോലെ എത്ര കമലഹാസനെ പോലുള്ള ആളുകൾ, അങ്ങനെ ഒരുപാട് പേരെ ഇന്ത്യക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരു ഭാഷാ വിഭാഗമല്ലേ. സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടൊക്കെ വലിയ ഒരു സമത്വ സുന്ദരമായിട്ടുള്ള നമ്മൾ മലയാളികളെക്കാളും കൂടുതൽ തമിഴ് ആളുകൾക്ക് ഈ ചായ ഒരു വലിയൊരു ജീവിതത്തിന്റെ ഭാഗമാണ്. അതെ, കാരണം അവിടെ എല്ലാ സ്ഥലങ്ങളിലും ഈ ചായ അടുപ്പിച്ച് ചായക്കടകളും. അതില് വലിയൊരു ചരിത്ര പശ്ചാത്തലമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരാണ് തേയിലത്തോട്ടങ്ങൾ ഇന്ത്യയിൽ വ്യാപകമായിട്ട്. അതിനു മുമ്പൊക്കെ വലിയ ആളുകൾ, ഇപ്പോൾ രാജാക്കന്മാര്, പ്രഭു കുടുംബങ്ങളിലൊക്കെ ചിലപ്പോൾ ചായ കുടിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ
ഈ ബ്രിട്ടീഷുകാർ തേയില തോട്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഇന്ത്യക്കാർ കൂടുതലായിട്ട് ചായ കുടിക്കുന്നത്. ചായക്കപ്പം അത്ര ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമുള്ള ഒരു പാരമ്പര്യ നോക്കണ്ടോ. അപ്പൊ ഈ ചായയുടെ കൊളുന്തുകൾ 15 ദിവസം കൂടുമ്പോൾ ഉള്ളൂ. ആദ്യത്തെ കൊളുന്തുകൾക്ക് മാത്രമാണ് ഏറ്റവും രുചി. ഈ ചായത്തോട്ടങ്ങളും മനുഷ്യരും ഏകദേശം ഒരുപോലെയാണ്. ഈ ചായത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന മനുഷ്യരുടെ കൊളുന്തുകൾ കാലാകാലങ്ങളിൽ നുള്ളപ്പെട്ടത് കൊണ്ട് അവരൊക്കെ തോട്ടത്തൊഴിലാളികളുടെ ആദിമകാലത്തെ ജീവിതാവസ്ഥയിൽ അവർ ഇവിടെയും ജീവിക്കുന്നത്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ ചായക്ക് മാർക്കറ്റും കൂടി ഉണ്ടാക്കണമല്ലോ. ചെന്നൈ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് പേർക്ക് സൗജന്യമായിട്ട് ചായ കൊടുത്തു. ചായക്ക് ചെറിയ അഡിക്ഷൻ ഉണ്ട്. അത് ഇവരെ പിന്നീടുള്ള ജീവിതത്തിൽ ബാധിച്ചോ എന്ന് പോലും ഞാൻ സംശയിക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാ പറഞ്ഞ രണ്ടാമത്തേന് വാ ടീ സാപ്പിള, നമ്മളിവിടെ ഊണ് കഴിച്ചോ ചോദിക്കുന്ന പോലെ ടീ സാപ്പിട്ടിയാ. തിരിച്ച് കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് വന്നാല് അച്ഛൻ, അമ്മ, ഞാന്, ഭാര്യ, ഒരു മകൻ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. ഭാര്യ BSc കമ്പ്യൂട്ടർ സയൻസ് ആണ്. അവളുടെ അച്ഛനും ഒരു ചായക്കടയായിരുന്നു. ഞങ്ങളുടെ 100 അടി റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ അച്ഛന്റെ ചായക്കട. ഇപ്പുറത്ത് MMT കോളനിയിലെ AR റഹ്മാന്റെ ഒരു കോളേജ് ഉണ്ട്, KM കോളേജ് ഓഫ് മ്യൂസിക് ടെക്നോളജീസ് എന്നിട്ട് വിനായകപുരത്ത് ഞങ്ങളുടെ കട. അപ്പോൾ ഈ ബിസ്ക്കറ്റൊക്കെ സപ്ലൈ ചെയ്യുന്ന ആളുകൾ അങ്ങനെ വന്ന് പറഞ്ഞു, പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ചു. പിന്നെ ഒരു ചായക്കടക്കാരൻ്റെ മകളായതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഇങ്ങനൊരു തൊഴിലേക്ക് വന്നപ്പോൾ പോലും ഒരു അപകർഷതാബോധമൊന്നുമില്ല. എൻ്റെ എന്താ പറയുക, ഏതൊരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവുമെന്ന് പറയുമല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബാക്ക് ബോൺ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മള് എന്താ പറയാ, ഇതൊരു കുടുംബ ബിസിനസ്സാണ്. ഇതിലിപ്പോ കണ്ടല്ലോ, 1-2 ദിവസം സജീഷില്ലെങ്കിലും കാര്യങ്ങള് നടന്നു പോകും. എന്താ വെച്ചാൽ എന്റെ മകനായാലും 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ ചായ അടിക്കും, സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ചായ അടിക്കും. മകൻ നാടകത്തിലൊക്കെ ഇവിടെ കുറെ സാധനങ്ങളൊക്കെ കണ്ടു, അതിന്റെ ഒരു കഥ, അതും ഒരു വലിയ കഥയാണ്. അതുപോലെ മകൻ മറ്റേ സ്കൂളിൽ പഠിക്കണത്. അപ്പോൾ അവൻ ഒരു നാടകത്തില് അഭിനയിച്ചു. ആ നാടകത്തിന് സ്കൂളിൽ ഫസ്റ്റ് കിട്ടി. അവിടുത്തെ ടീച്ചർമാരിനെ അണിയിച്ചൊരുക്കുന്ന നാടകം. അപ്പോൾ സ്കൂൾ നാടകം വളരെ പരിമിതമായിട്ടുള്ള ഒരു എയ്ഡഡ് സ്കൂൾ, മാനേജ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു വിദ്യാലയം, വളരെ കഷ്ടപ്പെട്ടുള്ളൊരു അവിടുത്തെ അധ്യാപകർ തട്ടിക്കൂട്ടിയൊരു നാടകം. അപ്പോൾ അത് കഴിഞ്ഞു ഞങ്ങളിത് സബ് ജില്ലയിലേക്ക് മത്സരിക്കാൻ പോകണം. ആ നാടകം കൊണ്ട് പോയി കഴിഞ്ഞാൽ സബ് ജില്ലയിൽ എളുപ്പമില്ല, ടൈറ്റ് മത്സരമല്ലേ. അപ്പോൾ അവനോട് വന്ന് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്. നമുക്ക് സജീഷ് എന്ത് സമ്പാദിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കൾ, ചിലപ്പോൾ 1000കണക്കിന് സുഹൃത്തുക്കൾ നമുക്കുണ്ടാകും പല മേഖലകളിൽ. അപ്പോൾ അതിൽ ഒരാളാണ് നവീൻ, അനീഷ് ആളൂര്, ബാബുവേട്ടൻ, ബാബു വല്ലത്തൂര്, ആര്യൻ, സൂര്യൻ, ഇങ്ങനെ പല ആളുകളായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അപ്പോൾ ഞാൻ അവരോടൊക്കെ ഇങ്ങനെ ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ നവീൻ പറഞ്ഞു, ഞാൻ സൗജന്യമായിട്ട് ചെയ്തുതരാം. ബാബേട്ടൻ പറഞ്ഞു, ഞാൻ സൗജന്യമായിട്ട് നമുക്ക് ചെയ്യാം ബാക്കി കാര്യങ്ങൾ. അപ്പം അതിൽ അഭിനയിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ വെൽഡറാണ്. അപ്പോൾ ആളെ പറഞ്ഞു, സെറ്റ് ഞാൻ അടിച്ചുതരാം. അങ്ങനെ ഞങ്ങൾ ആ നാടകം കൊണ്ട് സബ് ജില്ലയിൽ പോവുക. സബ് ജില്ലയിൽ ഫസ്റ്റ് A ഗ്രേഡ് ബെസ്റ്റ് ആക്ടർ. അതേ നാടകം തന്നെ ജില്ലയിൽ കൊണ്ടുപോയി. ഇപ്പോൾ ഏകദേശം ഒരു 10-12 സ്റ്റേജ് ഞങ്ങൾ കളിച്ചു. അപ്പോൾ അന്ന് ചെറിയ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കടന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിന്റെ പെയിന്റും കാര്യങ്ങൾ, മറ്റുള്ള വർക്കുകൾ, അലവൻസ്, ഈ റിഹേഴ്സൽ നടക്കുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം കഴിക്കുകയൊക്കെ വേണ്ടേ. ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ചായയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവും. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ നാടകം കളിച്ച് വീട്ടി. ഇപ്പൊ ഈ സെറ്റൊക്കെ ഞങ്ങളുടെ സ്വന്തം സെറ്റാണ്. അപ്പോൾ ജില്ലയില് ഞാൻ ഇങ്ങനെ പറയേ, എന്ത് നേടി, പഠിച്ചോ ഇല്ല, കളിച്ചോ ഇല്ല, ഏതെങ്കിലും നീ എന്ത് ചെയ്തു, നീ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് അടയാളപ്പെടുത്തണ്ടേ, ഒരു തൂവലെങ്കിലും നീ ഇവിടെ പൊഴിച്ചിട്ട് വേണ്ടേ പോവാൻ. അപ്പോൾ ഇപ്പോൾ നീയേ ആര് ചോദിച്ചാൽ നിനക്ക് പറയാം, നീ ജില്ലാതലത്തിലെ ഫസ്റ്റ് കിട്ടിയ നാടകത്തിലെ ഒരു അംഗമായിരുന്നു.